കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CH പ്രതിഭാ ക്വിസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. പ്രതിഭാ ക്വിസ് നടക്കുന്നത് സ്കൂൾ തലം ആഗസ്റ്റ് 29, ഉപജില്ലാ തലം സെപ്റ്റംബർ 21, ജില്ലാ തലം സെപ്റ്റംബർ 29. സംസ്ഥാന തലം ഫൈനൽ ഒക്ടോബർ 6 മലപ്പുറത്ത് വെച്ചാണ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. മക്കളെ, നമ്മുടെ ചാനലിൽ 2024 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. ഭാരതരത്ന ലഭിച്ചവരെക്കുറിച്ചും 2023-24 പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നൽകിയിട്ടുണ്ട്. എഴുത്തച്ഛൻ ഓടക്കുഴൽ, വയലാർ, ബഷീർ എന്നീ പുരസ്കാരങ്ങൾ ഫസ്റ്റ് ലഭിച്ചവരെക്കുറിച്ചും ലാസ്റ്റ് ലഭിച്ചവരെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. എല്ലാവരും പോയി കാണണേ. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരള പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ജില്ലാ പഞ്ചായത്ത്, മികച്ച ജില്ല എറണാകുളം. മികച്ച ഗ്രാമപഞ്ചായത്ത് മണീട്, എറണാകുളം ജില്ലയിലെ മണീട് എന്ന ഗ്രാമം. ബ്ലോക്ക് പഞ്ചായത്ത് പേരാമ്പ്ര, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്. മുനിസിപ്പാലിറ്റി പൊന്നാനി, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ് മികച്ച മുനിസിപ്പാലിറ്റി. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ആർദ്ര കേരള പുരസ്കാരം. നോട്ട് ചെയ്ത് വെക്കണേ. കേരളത്തിലെ ആദ്യ മുസ്ലിം മുഖ്യമന്ത്രി ആര്? CH മുഹമ്മദ് കോയ. എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു CH മുഹമ്മദ് കോയ? 10ാമത്തെ. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? CH മുഹമ്മദ് കോയ. ഏറ്റവും കുറച്ചുകാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആര്? CH മുഹമ്മദ് കോയ. 2024 പാരീസ് ഒളിമ്പിക്സിന് സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമേത്? ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന പരിപാടികൾ നടന്നത് ഏത് നദിയുടെ തീരത്താണ്? സീൻ നദി. 2024 പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതാര്? ഇമാനുവൽ മാക്രോൺ. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. സമുദ്രത്തിന്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? നോട്ടിക്കൽ മൈൽ. സമുദ്രത്തെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഓഷ്യനോഗ്രഫി. ലോക സമുദ്രദിനം എന്നാണ്? ജൂൺ 8. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്, നവംബർ 11. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഇത് ആരുടെ വരികളാണ്? കുമാരനാശാൻ. ബ്രിട്ടീഷുകാർ ഭഗത് സിംഗിനെ ഏത് വർഷമാണ് തൂക്കിലേറ്റിയത്? 1931 മാർച്ച് 23. രക്തസാക്ഷികളുടെ രാജകുമാരൻ, ഷഹീദ് ഇ അസം എന്നൊക്കെ ഭഗത് സിംഗിനെ അറിയപ്പെടുന്നുണ്ട്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമേത്? ശുക്രൻ. ഏറ്റവും വലിയ ഉപഗ്രഹമായ ഗ്യാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? വ്യാഴം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏത്? കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ഏത്? ചേർത്തല. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഉജ്ജീവനം വാരികയിൽ ഏതു പേരിലാണ് എഴുതിയിരുന്നത്? പ്രഭ. ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ഇവയിൽ ആദ്യം നടന്ന സംഭവം ഏത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919, വൈക്കം സത്യാഗ്രഹം 1924, ഉപ്പു സത്യാഗ്രഹം 1930, ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഇതിലാദ്യം നടന്നത് ജാലിയൻവാലാബാഗ് സംഭവമാണ് അല്ലേ, 1919. ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളുടെ വർഷങ്ങൾ ഓർത്തു വെക്കണം. ഇത് മുൻവർഷത്തെ ചോദ്യപേപ്പറിൽ കണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണല്ലോ. ഇദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ചൈത്രഭൂമി എന്നറിയപ്പെടുന്നു. അംബേദ്കറിൻ്റെ ചരമദിനം എന്നാണ്? ഡിസംബർ 6. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെമോഗ്രാഫി.
2024 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത്? ലോസ് ഏഞ്ചൽസ്, USA. 2024 100-ാം വാർഷികം ആഘോഷിക്കുന്ന പത്രം ഏത്? അൽ അമീൻ. മക്കളെ, നമ്മുടെ ചാനലിൽ 5-7 ക്ലാസ്സുകളിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട്. എല്ലാവരും പോയി കാണണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ ജനറൽ നോളേജ് വീഡിയോസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ. Please like and subscribe.